ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശിവരാത്രി ഇങ്ങ് വന്നെത്തി. ശിവഭഗവാന് ശിവരാത്രി ദിവസം ഉത്തമമായ വഴിപാടുകൾ നടത്തൂ, അനുഗ്രഹങ്ങൾ നേടൂ. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാടാണ് ഈ ധാര എന്ന് പറയുന്നത്. ഇത് ശിവരാത്രി ദിനത്തിൽ നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ പാപശാന്തിക്കും കാര്യസിദ്ധിക്കും ശിവഭഗവാന് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ധാര. പാപശാന്തിയും കാര്യവിജയത്തിനും മാത്രമല്ല, ആഗ്രഹ സാഫല്യത്തിനും മാനസികമായ വിഷമങ്ങൾ അകറ്റുവാനും ഏറ്റവും നല്ലതാണ് ഭഗവാന് സമർപ്പിക്കുന്ന ധാര വഴിപാട്. തിങ്കളാഴ്ച ദിവസവും പ്രദോഷവ്രതം ദിവസവും ശിവരാത്രി ദിവസവും തിരുവാതിര ദിവസങ്ങളിലൊക്കെയാണ് ധാര അതിവിശേഷമായിട്ട് ചെയ്യപ്പെടുന്നത്. അതിവേഗം അഭീഷ്ടസിദ്ധി നേടുന്നതിന് 7, 12, 21, 41 ദിവസങ്ങൾ തുടങ്ങി യഥാശക്തി ശിവഭഗവാന് ധാര ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഇനി വ്യത്യസ്തങ്ങളായ ധാരകളും അത് എന്താണ്, നമ്മൾ ഏതിനൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ഷീരധാര കാര്യവിജയത്തിനും, കൃതധാര സർവ ഐശ്വര്യ സമൃദ്ധിക്കും, ഇളനീർ ധാര മനഃശാന്തിക്കും പാപശാന്തിക്കും, പഞ്ചഗവ്യധാര പൂർവജന്മ ദുരിതശാന്തിക്കും, തേൻ ധാര ശാപദോഷ ശാന്തിക്കും, എണ്ണധാര രോഗശാന്തി ആരോഗ്യത്തിനും ഉത്തമമാണ്. ധാര വഴിപാട് നടത്തുന്നവർ കഴിയുന്നത്ര പഞ്ചാക്ഷര മന്ത്രം ജപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലേ ആ വഴിപാടിൻ്റെ പൂർണ്ണമായ ഒരു ഫലസിദ്ധി നമുക്ക് ലഭിക്കുകയുള്ളൂ. നമഃശിവായ എന്നതാണ് പഞ്ചാക്ഷര മന്ത്രം. മിക്കവരും ഓം എന്നുകൂടി ചേർത്ത് ഷഡാക്ഷര മന്ത്രമായിട്ട് ജപിക്കുക. എല്ലാ ദിവസവും 336 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും വലിയ പാപങ്ങളും അകലാനായിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന മറ്റു വഴിപാടുകൾ, ഭഗവാനെ നമ്മൾ കൂടുതലും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ട് ഏതൊക്കെ വഴിപാടുകളാണ് നമുക്ക്, ഏതൊക്കെ രീതിയിലാണ്, എന്തിനൊക്കെയാണ് നമ്മൾ വഴിപാടായിട്ടും അഭിഷേകമായിട്ടും ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ശിവരാത്രി ദിനത്തിൽ നടത്തുകയാണെങ്കിൽ ആ ബലത്തിന് പതിവിലും, അതായത് 100 മടങ്ങ് അനുഗ്രഹമാണ്, അതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുക. ശിവന് വിവിധ ദ്രവ്യങ്ങളാൽ അഭിഷേകം ചെയ്യുന്നത് പല ദോഷങ്ങളും ശമിക്കാനായിട്ട് ഉപകരിക്കും. ഇനി നല്ലെണ്ണ വെച്ച് നമ്മൾ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനഃശാന്തി നേടുവാനായിട്ട് ഏറ്റവും ഉത്തമമായ അഭിഷേകമാണ് നല്ലെണ്ണ അഭിഷേകം. അതുപോലെ തന്നെ പഞ്ചഗവ്യം ജീവിത വിജയത്തിനും, പഞ്ചാമൃതം ജീവിത വിജയത്തിനുമൊക്കെ ഉത്തമമാണ്. അതുപോലെ തന്നെ നെയ്യ് അഭിഷേകമാണ് നമ്മൾ ശിവരാത്രി ദിനത്തിൽ നടത്തുന്നതെങ്കിൽ പഞ്ചമുക്തി ലാഭമാണ് നമുക്ക് ഫലമായിട്ട് ലഭിക്കുക. പാലഭിഷേകമാണെങ്കിൽ ആയുർവർദ്ധനവിനും മരണഭീതി മാറാനുമൊക്കെ പാലഭിഷേകം ശിവരാത്രി ദിനത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ തൈരഭിഷേകമാണ് നടത്തുന്നതെങ്കിൽ വിജയത്തിനും ഉന്നത സന്താനലബ്ധിക്കും ഉന്നത സന്താനലബ്ധിക്കുമൊക്കെ തൈരഭിഷേകം ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ തേൻ വെച്ചാണ് നമ്മൾ അഭിഷേകം നടത്തുന്നതെങ്കിൽ സന്തോഷവും സംതൃപ്തിയുമാണ് ഫലമായിട്ട് നമുക്ക് ഭഗവാൻ തരിക. കരിമ്പിൻ നീര് കൊണ്ടൊരു അഭിഷേകമുണ്ട് ഭഗവാന്, ഏറ്റവും ഉത്തമമായ ഒരു അഭിഷേകമാണ്. അത് ആരോഗ്യത്തിന് ഏറ്റവും ഫലം ചെയ്യുന്ന, അതായത് നമ്മുടെ ആരോഗ്യപരമായ ഏത് നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ആരോഗ്യം ലഭിക്കുവാനായിട്ട് തേൻ ഭഗവാന്, കരിമ്പിൻ്റെ നീര് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് അഭിഷേകമായിട്ട് ചെയ്യുന്നത്. അതുപോലെ തേനാണെങ്കിൽ അത് സന്തോഷവും സംതൃപ്തിയുമാണ് ഫലമായിട്ട് നമുക്ക് നൽകുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരാണ് അഭിഷേകമായിട്ട് നമ്മൾ നടത്തുന്നതെങ്കിൽ ജ്ഞാനവർദ്ധനവിനും പൊതുജന സംതൃപ്തിക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു അഭിഷേകമാണ് ചെറുനാരങ്ങ നീര് ഭഗവാന് ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇളനീരഭിഷേകം എന്ന് പറയുന്ന ജലധാര, അത് എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ഈ ബാക്കിയുള്ള ധാരകൾ ഇല്ലെങ്കിൽ പോലും ശിവരാത്രി ദിനത്തിൽ ഇളനീരഭിഷേകമില്ലാത്ത ഒരു ക്ഷേത്രവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇളനീരഭിഷേകം ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ ദോഷമുക്തിക്കും സായുജ്യത്തിനുമാണ് ഏറ്റവും ഉത്തമമായ ഫലം നമുക്ക് തരിക. അതുപോലെ തന്നെ കളഭം വെച്ചാണ് അഭിഷേകം നമ്മൾ ചെയ്യുന്നതെങ്കിൽ സർവ്വപാവ നിവൃത്തിയാണ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭഗവാൻ നമുക്ക് തരുന്നത്. ഇതൊക്കെ നമ്മൾ ശിവരാത്രി ദിനത്തിൽ ചെയ്യുന്നതാണ്. 100 ഇരട്ടി ഫലമാണ് നമുക്കിത് തരിക. ഭഗവാന് കോടി പുണ്യം നേടിത്തരുന്ന ഒരു വ്രതം കൂടിയാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. അത് അന്നേ ദിവസം ഭഗവാന് നമ്മൾ കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാലയായിട്ടോ ഇലയായിട്ടോ ഒക്കെ നമുക്ക് സമർപ്പിക്കാം. കൂവളത്തിൻ്റെ ഇല അത് ഭഗവാന് ഏറ്റവും
ഇഷ്ടമുള്ള ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു സമർപ്പണമാണ് കൂവളത്തിലെ മാല നമ്മൾ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്നത്. അന്നേ ദിവസം തന്നെ നെയ്വിളക്ക് കത്തിച്ച് ഭഗവാനെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെയാണെങ്കിലും നമുക്ക് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. ശിവരാത്രി ദിനത്തിൽ പോകാനായിട്ട് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അന്നേ ദിവസം നമുക്ക് പഞ്ചാക്ഷര മന്ത്രം ജപിക്കാം. ഓം നമഃ ശിവായ. ഏവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊള്ളുന്നു.